അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവനേക്കാൾ വിലപ്പെട്ടതാണ് വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ വചനങ്ങൾ. അത് കേവലമൊരു പുസ്തകമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ വെളിച്ചമാണ്. വുദുവില്ലാതെ ഒന്ന് തൊടാൻ പോലും നമ്മൾ മടിക്കുന്ന, അത്രയേറെ ആദരവോടെ നെഞ്ചോട് ചേർക്കുന്ന ആ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഏടുകൾ ചിതറിത്തെറിച്ച പടക്കങ്ങൾക്കിടയിൽ കരിയുപിടിച്ച് കിടക്കുന്നത് കാണേണ്ടിവരിക. ഇതിൽ പരം വലിയൊരു വേദന എന്താണ് ഒരു മുസ്ലിമിനുണ്ടാകാനുള്ളത്? കഴിഞ്ഞ ദിവസം കേരളത്തിലെ തൃശൂർ ജില്ലയിലെ ചേലക്കരയിൽ നിന്നും കേട്ട വാർത്ത ഏതൊരു വിശ്വാസിയുടെയും ഹൃദയം തകർക്കുന്നതാണ്. തിരഞ്ഞെടുപ്പ് വിജയാഹ്ലാദങ്ങൾക്കിടയിൽ പൊട്ടിച്ച പടക്കങ്ങളിൽ നിന്ന് ചിതറി വീണത് വെറും കടലാസു തുണ്ടുകളല്ല, മറിച്ച് പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളായിരുന്നു. അതിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ളൊരു വീഡിയോ നമുക്ക് കാണാം. ഞങ്ങൾ നിൽക്കുന്നത് ചേലക്കര പോലീസ് സ്റ്റേഷന്റെ മുന്നിലാണ്. ഇന്ന് 13-ാം തീയതി ഡിസംബർ മാസം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്ന ദിവസമാണ്. ഞങ്ങൾ നിൽക്കുന്നത് ഇന്ന് വ്യാപകമായിട്ടുള്ള ആഹ്ലാദ പ്രകടനങ്ങളുടെ ഇടയിൽ വ്യാപകമായി പടക്കം പൊട്ടിച്ചത് നമ്മൾ കാണുകയുണ്ടായി. നമ്മുടെ ചേലക്കര തോന്നൂർക്കര പ്രദേശത്ത് പൊട്ടിച്ച പടക്കങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് പരിശുദ്ധ ഖുർആനിന്റെ ഏടുകൾ കൊണ്ടാണ് പടക്കം നിർമ്മിച്ചിട്ടുള്ളത്. തോന്നൂർക്കര പള്ളിയുടെ മുന്നിൽ ഉൾപ്പെടെ വ്യാപകമായി പൊട്ടിച്ച പടക്കങ്ങളിൽ മുസാഫിന്റെ ഏടുകൾ നമ്മൾ കാണാൻ കഴിഞ്ഞു. അതിന്റെ ഭാഗമായി ഞങ്ങൾ അന്വേഷണം നടത്തിയപ്പോൾ തോന്നൂർക്കര പാറപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന കൈരളി എന്ന് പറയുന്ന ഒരു പടക്ക കമ്പനി കടയിൽ നിന്നാണ് ഈ സാധനം വിറ്റഴിച്ചിട്ടുള്ളത്. ഞങ്ങൾ ആ കടയിൽ നിന്ന് പോയിട്ട് അതിന്റെ മെറ്റീരിയൽ ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ധാരാളം മുസാഫിന്റെ ഏടുകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ധാരാളം പടക്കങ്ങൾ ആ കടയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. അവർ പറയുന്നത് ഇത് അവർ നിർമ്മിച്ചതല്ല, മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വന്നതാണ് എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, നാട്ടിൽ സ്പർദ്ധ ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് ഇത്തരം നിർമ്മിതികൾ നടത്തിയിട്ടുള്ള, ദുരുദ്ദേശത്തോടു കൂടി നടത്തിയിട്ടുള്ള ആ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുത്ത് മാതൃകാപരമായി അവരെ ശിക്ഷിക്കേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ രാജ്യത്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരു മതസമൂഹത്തെ വ്രണപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥകളിലും നിയമപാലകരിലും വിശ്വസിക്കുന്നു. ഈ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ. ഞങ്ങൾ പരാതി കൊടുത്ത് അതിന്റെ റെസീറ്റ് കൈപ്പറ്റിയിട്ടുണ്ട്. ഇതിന്റെ കർശന നടപടികളുമായി അധികാരികൾ മുന്നോട്ട് പോയിട്ടില്ല എങ്കിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ശക്തമായ സമരവുമായിട്ട് തെരുവോരം വരും ഭാഗത്ത് മാത്രമാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. തന്നെ ഇത് ഞങ്ങളെ കേൾക്കുന്ന മുഴുവൻ ജനാധിപത്യ മതേതര സമൂഹവും നാടിന്റെ മതസാഹോദര്യവും സൗഹൃദവും നിലനിർത്തുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്ന കുറ്റക്കാർക്കെതിരെ പൊതുസമൂഹം ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. അതെ, തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിനു പിന്നാലെ നടന്ന ആഹ്ലാദ പ്രകടനങ്ങൾക്കിടയിലാണ് നാടിനെ നടുക്കിയ ഈ സംഭവം ശ്രദ്ധയിൽപ്പെടുന്നത്. ചേലക്കര ടൗണിൽ പൊട്ടിച്ച പടക്കങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിലാണ് അറബി അക്ഷരങ്ങൾ പതിഞ്ഞ കടലാസുകൾ നാട്ടുകാർ കണ്ടത്. പരിശോധിച്ചപ്പോൾ അത് വിശുദ്ധ ഖുർആനിലെ ഏടുകളാണെന്ന് തിരിച്ചറിഞ്ഞു. ചിന്തിച്ചു നോക്കൂ, പടക്കം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കടലാസുകളിലൊന്ന് അല്ലാഹുവിന്റെ കലാമാണെന്ന് വരുമ്പോൾ അവിടെ സംഭവിച്ചത് എത്ര വലിയ അനാദരവാണ്! അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ, അതോ പഴയ പേപ്പറുകൾ ശേഖരിക്കുന്നതിനിടയിൽ സംഭവിച്ച വലിയ അശ്രദ്ധയാണോ എന്നത് ഇനിയും തെളിയേണ്ടതുണ്ട്. എങ്കിലും തെരുവുകളിൽ ആൾക്കൂട്ടത്തിനു നടുവിൽ സ്ഫോടനത്തിൽ ചിതറിത്തെറിക്കാൻ വിധിക്കപ്പെട്ട നിലയിൽ ആ പരിശുദ്ധ വചനങ്ങൾ മാറിയെന്നത് നമുക്ക് പൊറുക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. ഇതൊരൊറ്റപ്പെട്ട സംഭവമായി കണ്ട് തള്ളിക്കളയാൻ സാധിക്കില്ല. പഴയ പേപ്പറുകൾ റീസൈക്കിൾ ചെയ്യുന്നവരും പടക്ക നിർമ്മാണ യൂണിറ്റുകളും കാണിക്കുന്ന ഗുരുതരമായ അശ്രദ്ധയാണിത്. മദ്രസകളിലും വീടുകളിലും ഉപയോഗശൂന്യമാകുന്ന ഖുർആൻ കോപ്പികൾ പോലും നമ്മൾ എത്ര സൂക്ഷ്മതയോടെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഒന്നുകിൽ അത് ആദരവോടെ മണ്ണിൽ മറവു ചെയ്യണം, അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കണമെന്നാണ് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചത്. അങ്ങനെയുള്ളപ്പോൾ ആ വചനങ്ങൾ വെടിമരുന്നിനൊപ്പം ചേർത്ത് കിട്ടുന്നത് അല്ലാഹുവിനോടുള്ള വെല്ലുവിളിയല്ലെങ്കിൽ പിന്നെന്താണ്? ഈ വാർത്ത പുറത്തു വന്നതോടുകൂടി വലിയ പ്രതിഷേധമാണ് വിശ്വാസികൾക്കിടയിൽ ഉയർന്നിരിക്കുന്നത്. അത് സ്വാഭാവികവുമാണ്. നമ്മുടെ വികാരങ്ങളെ മുറിവേൽപ്പിക്കുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ ശബ്ദമുയർത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അൽഹംദുലില്ലാഹ്, ഈ വിഷയത്തിൽ അധികാരികൾ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. മതവികാരം വ്രണപ്പെടുത്തിയതിന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.
പടക്കങ്ങൾ എവിടെ നിന്നാണ് വന്നതെന്നും ആരാണിതിനു പിന്നിലെന്നും കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ട്. കുറ്റക്കാർ ആരായാലും അവർക്കെതിരെ കർശനമായ നിയമനടപടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രതിഷേധങ്ങൾ ഒരിക്കലും അതിരുവിടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. വികാരമായി പ്രതികരിക്കുന്നതിനു പകരം നിയമപരമായ വഴിയിലൂടെ നീതി ഉറപ്പാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. സമാധാനം തകർക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരവസരമായി മാറാൻ നമ്മൾ അനുവദിക്കരുത്. ഇനിയൊരിക്കലും ഇത്തരമൊരു ഗതികേട് അല്ലാഹുവിന്റെ വചനങ്ങൾക്കോ മറ്റു മതഗ്രന്ഥങ്ങൾക്കോ ഉണ്ടാകാൻ പാടില്ല. പഴയ പുസ്തകങ്ങളും പേപ്പറുകളും കൈകാര്യം ചെയ്യുന്നവർക്ക് ഇതൊരു പാഠമാകണം. ഈ വിഷയത്തിൽ സത്യസന്ധമായ അന്വേഷണം നടക്കട്ടെയെന്നും കുറ്റക്കാർ ശിക്ഷിക്കപ്പെടട്ടെയെന്നും നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, ഞങ്ങളുടെ ഈമാനിനും നിന്റെ വിശുദ്ധ ഗ്രന്ഥത്തിനും നീ കാവലാവേണമേ. നിന്റെ വചനങ്ങളെ നെഞ്ചിലേറ്റാനും അത് ജീവിതത്തിൽ പകരാനും ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണമേ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.